Good morning. Good morning, Miss. എല്ലാവരും എത്തിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇനി എടുക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ ആകുമല്ലോ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. കഴിഞ്ഞ നമ്മൾ ഇന്നലെ തീർത്ത ചാപ്റ്ററിന്റെ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് 2 ചാപ്റ്റർ കൂടി റിവിഷന്റെ ടൈമിൽ തരാം. മാക്സിമം നിങ്ങൾക്ക് ഈ ക്ലാസ് ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിവിഷനുള്ള ടൈം കിട്ടുമല്ലോ. അപ്പോ ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് തരാട്ടോ നിങ്ങൾക്ക്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 48 ആണ്. 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇതാണ് ചാപ്റ്ററിന്റെ പേര്, ക്വാളിറ്റി മാനേജ്മെന്റ്. നോക്കി, അപ്പൊ എന്താണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്? ക്വാളിറ്റി എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പല സാധനങ്ങളും വാങ്ങും. അപ്പൊ നമ്മൾ പറയും അതിന്റെ ക്വാളിറ്റിനെ ബേസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് നമ്മൾ ഒരു ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്രത്തോളം നിലവാരം ഉണ്ടെന്ന് നോക്കണം. കുറച്ചും കൂടി നിലവാരം എന്തോരം ഉണ്ടെന്ന് നോക്കണം. എത്രത്തോളം അതിനെ നമുക്ക് അത് യൂസ്ഫുൾ ചെയ്യാൻ പറ്റും, എത്രത്തോളം അതിന് നിലവാരമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി എന്നുള്ള ഒരു വേർഡ് മീൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നോക്കിയാൽ, വാട്ട് ഈസ് ക്വാളിറ്റി? ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു സാധാരണക്കാരനെ വെച്ചിട്ട് നമ്മൾ ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണെന്നതാണ് നമ്മൾ ക്വാളിറ്റി എന്നത് പറയുന്നത്. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങും, അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ഹൗ ഗുഡ്, എത്രത്തോളം നല്ലതാണ് എന്നതാണ് ക്വാളിറ്റി എന്ന പദം. നമ്മൾ സാധാരണ രീതിയിൽ ക്വാളിറ്റി എന്ന പദത്തിന്റെ ഒരു മീനിങ് നമ്മൾ പറയുന്നത്. To the ordinary person, quality is how good something is. ഒരു കാര്യം എത്ര നല്ലതാണ് എന്നതാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ക്യാൻ ബി എ സർവീസ്. ഇത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സർവീസ് ആകാം, ഒരു സേവനമാകാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ്. ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു സർവീസ് ആകാം. അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ആണെന്ന് നമ്മൾ പറയും. അപ്പൊ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ, സർവീസിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത് ക്യാൻറ്റീൻ സർവീസ്. ഓർ എ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താകാം, ഒരു പ്രൊഡക്റ്റ് ആവാം. അപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അത് പറയും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതെ, പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിൾ അവിടെ തന്നേക്കുന്നത് റിസ്റ്റ് വാച്ച്. അത് പ്രൊഡക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ക്യാൻ ബി എ സർവീസ്. ഒരു സർവീസ് ആകാം, അല്ലെങ്കിൽ എന്താകാം, ഒരു പ്രൊഡക്റ്റ് ആവാം. സർവീസിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ക്യാൻറ്റീൻ സർവീസ് തന്നേക്കുന്നത്. ഓർ എ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിന് ഏതാണ് റിസ്റ്റ് വാച്ചും എക്സാമ്പിളോട് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, എ പേഴ്സൺ ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ എ പ്രൊഡക്റ്റ് റിലേസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. അപ്പൊ ഒരു പേഴ്സൺ, ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു വ്യക്തി ജഡ്ജ്മെന്റ് നടത്തുന്നത്? എന്തിനു ബേസ് ചെയ്തിട്ടാന്ന് നോക്കിയേ, അബൌട്ട് എ സർവീസ് ഓർ പ്രൊഡക്റ്റ് റിലേസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. അതായത് അത് ഒരു പേഴ്സൺ ഈ ക്വാളിറ്റിനെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് അവൻ അതിൽ നിന്നോ, ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നോ, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെയൊക്കെയാണ് ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ ഒരു സാധനം നമ്മള് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ജഡ്ജ് ചെയ്യുന്ന എങ്ങനെയാ? നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അതാണ് നമ്മളൊരു ക്വാളിറ്റിനെ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റും, അത് അതിന്റെ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ്, ഒരു പാത്രങ്ങൾ, ഇതൊക്കെ ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പൊ കുറെ നാള് നമുക്ക് യൂസ്ഫുൾ ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പേഴ്സൺ എങ്ങനെയാണ് ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നത്? ജഡ്ജ്മെന്റ് അബൌട്ട് സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയാലും, റിലേസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ്. അതിൽ നിന്ന് അവൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഓർ ഫ്രം ഇറ്റ്, അതിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നത്.
Some of the words used to explain quality are. ഏതൊക്കെയാണ് ഇവിടെ ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിവിടെ ചോദിക്കാട്ടോ, ക്വാളിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സുകൾ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. ബ്യൂട്ടിഫുൾ അത് നമ്മൾ അതിന്റെ ക്വാളിറ്റീനെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുള്ളത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ഓർ അട്രാക്റ്റീവ്. പിന്നെ ഡ്യൂറബിൾ. എന്താ മീനിങ് ഡ്യൂറബിൾ? DURABLE. ഡ്യൂറബിൾ എന്താണ്? നല്ല മോടിയുള്ളത്, നല്ല ഭംഗിയുള്ളത് എന്നുള്ള മീനിങ് തന്നെയാണ് ഡ്യൂറബിൾ. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അതിന്റെ സ്റ്റാൻഡേർഡ്സുകള്. പിന്നെ ഹെൽത്തി, വാല്യൂ ഫോർ മണി, പണത്തിനുള്ള വാല്യൂ, മൂല്യം. അതൊക്കെയാണ് ഈ ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില വേർഡ്സുകൾ. അപ്പൊ അതൊന്ന് നോക്കണം കേട്ടോ, 5 എണ്ണം. ഏതൊക്കെയായിരുന്നു ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സുകൾ? ഏതൊക്കെയാ? ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. ഇതൊക്കെ ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സം വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താ ഒരു ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആണെങ്കിലും അത് എത്രത്തോളം നല്ലത് എന്നതാണ് ക്വാളിറ്റി. എത്രത്തോളം നല്ലതാണ് എന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു സാധാരണ ഒരാളുടെ നോക്കുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നതാണ്. എക്സാമ്പിള് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ സർവീസ് ആകാം, എന്തെങ്കിലും സേവനങ്ങളാകാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആകാം. സർവീസിന് എക്സാമ്പിൾ ഇവിടെ ക്യാൻറ്റീൻ സർവീസ് തന്നിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റിന്റെ ഇത് റിസ്റ്റ് വാച്ചും തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായാലും ഒരു പേഴ്സൺ ഈ ക്വാളിറ്റീനെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സർവീസിനെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെയോ അതിനെ ജഡ്ജ് ചെയ്യുന്നത്, അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? റിലീസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ്. അതിൽ നിന്ന് അവൻ എന്ത് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഈ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നത്. ചില വേർഡ്സുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വേർഡ്സുകൾ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എക്സ്പ്രസ് ചെയ്യാത്ത വേർഡായിരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഏതെങ്കിലും കാര്യം ഇപ്പൊ നോക്കാം. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. ഓക്കെ, നോക്കിയേ. Though different words are used to describe quality, we would describe it as the extent to which a product or service contains a person or a group. ഇവിടെ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫറെന്റ് വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ക്വാളിറ്റി. നമ്മളിവിടെ പറഞ്ഞു ഇങ്ങനെ കുറെ വേർഡ്സുകൾ നമ്മൾ ക്വാളിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറെ വേർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. വി വുഡ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ദ എക്സ്റ്റെന്റ്. എന്തിനാണ്? ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഗ്രൂപ്പിന്റെയോ അതിലുള്ള ഒരു എക്സ്റ്റെന്റിൽ നിന്ന് അതിന്റെ ഒരു ഉള്ളടക്കം അതിൽ നിന്ന് ഈ സർവീസിൽ നിന്ന് പേഴ്സണ് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതാണ് നമ്മൾ ക്വാളിറ്റീനെ പറയുന്നത്. We would describe it as extent to which a product or service contains a person or a group. ഒരു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു പേഴ്സണിൽ നിന്നോ അവിടെ നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെയോ അതിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് എത്രമാത്രം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്. ആ ഒരു സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിന്ന് ആ പേഴ്സണ് എത്രമാത്രം സംതൃപ്തി കിട്ടുന്നു, അതാണ് നമ്മൾ ക്വാളിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പൂർണ്ണമായിട്ടും നമുക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിലുണ്ട്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തിയാണ്, അതാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ, എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു the person received from a service. ആ ഒരു സർവീസിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഒരു സംതൃപ്തി ലഭിക്കുന്നു, അതാണ് നമ്മൾ ക്വാളിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കി. ആ വേർഡ്സുകളും ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ ക്വാളിറ്റി എന്താണെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ക്വാളിറ്റീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില വേർഡ്സുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് രണ്ടും നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? റീഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നോ? ക്വാളിറ്റി ഓഫ് കെയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കെയറിന്റെ, ഒരു പരിചരണത്തിന്റെ ഒരു ക്വാളിറ്റി, ഗുണനിലവാരം, കെയറിന്റെ ഒരു ക്വാളിറ്റിയാണ്. വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? പരിചരണത്തിന്റെ ഒരു ക്വാളിറ്റി. When we say quality of care എന്ന് പറയുന്നത് we means, എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് ദാറ്റ് we in the medical, nursing, laboratory field etc. അപ്പൊ എന്താണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്നത് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ, നഴ്സിംഗ്, ലാബോറട്ടറി ഫീൽഡില് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്? മെഡിക്കൽ, നഴ്സിംഗ്, ലാബോറട്ടറി ഫീൽഡുകളിൽ, ആ മേഖലകളിലുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Okay, we mean healthcare activities that we in the medical, nursing, laboratory field etc. Medical, nursing, laboratory ഫീൽഡിലുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് ഈ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Execute daily to benefit our patients without causing harm to them. ഒരു കാര്യം അവിടെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ പേഷ്യന്റിന് ഒരു കോസിംഗ് ഹാം, ഒരു ദോഷമൊന്നും വരുത്താത്ത രീതിയിൽ പ്രയോജനം നേടുന്നതിനായിട്ട് ഇത് ദിവസവും നടപ്പിലാക്കുന്നതോ. അപ്പൊ അതിന്റെ എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? എക്സിക്യൂട്ട് ഡെയിലി ടു ബെനിഫിറ്റ് അവർ പേഷ്യന്റ്. പേഷ്യന്റിനുള്ള ബെനിഫിറ്റ് എന്താണ്? വിത്തൗട്ട് കോസിംഗ് ഹാം ടു ദം. അവർക്ക് ആ പേഷ്യന്റിന് ഒരു ദോഷവും ഒന്നും വരുത്താത്ത രീതിയില്, ദോഷം വരുത്താതെ അതിന് അവർക്കുള്ള ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ഡെയിലി, എല്ലാ ദിവസവും നടപ്പിലാക്കുന്നു. എന്താണ്? ടു ബെനിഫിറ്റ് അവർ പേഷ്യന്റ്. പേഷ്യന്റിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവിടെ എന്താ? വിത്തൗട്ട് കോസിംഗ് ഹാം ടു ദ. പേഷ്യന്റിന് ഒരു ദോഷവും ഒന്നും വരുത്താതെ പേഷ്യന്റിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഡെയിലി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു, നിർവഹിക്കുന്നു. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ആർക്ക്? പേഷ്യന്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് വേറെ ദോഷം ഒന്നും വരുത്താത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഡെയിലി അവിടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക, നിർവഹിക്കുക. Quality of care requires that we pay attention to the requirements of patients and clients. ഇവിടെ നോക്കിയേ, quality of care requires that we pay attention to the requirements of the patients and clients. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഈ ക്വാളിറ്റി കെയർ, പരിചരണത്തിന്റെ ഈ ക്വാളിറ്റി കെയറിന്, ഗുണനിലവാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ എന്താണ്? ക്ലയന്റിന്റെയും പേഷ്യൻസിന്റെയും ഒക്കെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അവരുടെ റിക്വയർമെന്റ്സ് എന്നുള്ളതിന് ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ക്വാളിറ്റി ഓഫ് കെയർ റിക്വയർസ്. ക്വാളിറ്റി ഓഫ് കെയർ അതിന് എന്തൊക്കെ കാര്യം ആവശ്യമാണ്? require that we pay attention to the requirement of the patients and clients. പേഷ്യൻസിന്റെയും ക്ലയൻസിന്റെയും ഒക്കെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്
എന്നതിൽ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അതായത് പേഷ്യൻസിന്റെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് റിക്വയർമെന്റ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് അവർക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഇതൊക്കെ കൊടുക്കുന്നത്, സർവീസുകളും അതുപോലെ പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന് എന്താണ് പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സിൽ നമ്മൾ ക്വാളിറ്റി കെയറിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സിൽ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ക്വാളിറ്റി കെയറിൽ quality of care requires that we pay attention to the requirements of patient and clients. പേഷ്യൻസിന്റെയും ക്ലയൻസിന്റെയൊക്കെ റിക്വയർമെന്റ്സ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ ഒരു ശ്രദ്ധ ചെലുത്തണം. ഓക്കെ, we must also use methods that have been verified to be safe, affordable, and can lessen death, illness, and disability. അത്രയും നോക്കാം. ഒന്ന് നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് സേഫ് ആയിട്ടുള്ളതും, സേഫ് എന്ന് വെച്ചാൽ എന്താ, നല്ല സുരക്ഷിതമായിട്ടുള്ളതോ വേറെ ദോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ സേഫ് ആയിട്ടുള്ളതോ. അഫോർഡബിൾ എന്ന് വെച്ചാൽ താങ്ങുവില, താങ്ങാവുന്ന വില, അതെന്ന് വെച്ചാൽ ഒരുപാട് വിലയൊന്നും ഇല്ലാത്ത അവർക്കൊക്കെ ഒരു താങ്ങുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്, അതാണ് അഫോർഡബിൾ. ആൻഡ് ക്യാൻ ലെസൺ ഡെത്ത്സ്, ഈ ഡെത്ത് കുറയ്ക്കാവുന്ന രീതിയിൽ. അപ്പൊ സുരക്ഷിതവും ഒരു അഫോർഡബിൾ ആയിട്ട് താങ്ങാവുന്നതും മരണവും ഒക്കെ കുറയ്ക്കുന്നതും, അതുപോലെ തന്നെ ലെസൺ ഡെത്ത്സ്, ഇൽനെസ് ആൻഡ് ഡിസബിലിറ്റി. കണ്ടോ, ഡെത്തും പിന്നെ അതുപോലെ തന്നെ ഇൽനെസ്, അസുഖങ്ങളും, ഡിസബിലിറ്റി, വൈകല്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ കഴിയുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള രീതികൾ ഇവിടെ നടപ്പിലാക്കുന്നു. We must also use the methods that we been verified to the safe, affordable, and can lessen the illness and disability. സുരക്ഷിതവും സേഫ് ആയിട്ടുള്ളതും താങ്ങാവുന്ന രീതിയിലുള്ളതും അതുപോലെ ഈ ഡെത്തും ഇൽനെസ്സും ഡിസബിലിറ്റി ഒക്കെ പരിശോധിച്ചു ഉറപ്പിച്ച രീതിയിലുള്ള കാര്യങ്ങള്, മെത്തേഡ്സുകള് എന്ത് ചെയ്യുന്നു, ഈ ക്വാളിറ്റിയിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഡെത്തുകൾ കുറയ്ക്കണം, ഇല്ലസ് രോഗങ്ങൾ കുറയ്ക്കണം, നല്ല ക്വാളിറ്റിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ രോഗമൊക്കെ കുറവായിരിക്കും, ഡിസബിലിറ്റി കുറവായിരിക്കും, ഡെത്തിന്റെ നമ്പർ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളത് രീതികൾ ഉപയോഗിക്കുന്നു. കൂടാതെ ഫർദർമോർ, അത് കൂടാതെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വി ആർ എക്സ്പെക്ടഡ് ടു പ്രാക്ടീസ് ആസ് to set standards as laid down by clinical guidelines and protocols. അതാണ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്, ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ പ്രോട്ടോകോൾസുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. അതായത് ഇത്രയുള്ളൂ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാവുന്ന രീതിയിലും ഡെത്ത് കുറയ്ക്കാവുന്ന രീതിയിലും ഇൽനെസ്, രോഗമോ ഡിസബിലിറ്റി ഒക്കെ കുറയ്ക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സേഫ് ആയിട്ടുള്ളതും അഫോർഡബിൾ, താങ്ങാവുന്ന വിലയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മെത്തേഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൂടാതെ തന്നെ ഇവിടെ എന്തൊക്കെ നോക്കുന്നുണ്ട്, ക്ലിനിക്കൽ ഗൈഡ് ലൈൻസും അതുപോലെ പ്രോട്ടോകോൾസുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങള്, മാനദണ്ഡങ്ങള്, അത് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള രീതികളും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി അതിനകത്ത് നോക്കാം. ക്ലിനിക്കൽ ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾ അവിടെ ഉള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇനി അവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി ഡു ദ എക്സാക്ട് തിങ് അറ്റ് ദ എക്സാക്ട് ടൈം. എന്താ പറഞ്ഞേക്കുന്നത്, വിത്ത് ക്വാളിറ്റി കെയർ വി ഡു എക്സാക്ട് തിങ്സ്, എക്സാക്ട് ആയിട്ടുള്ള കാര്യം അറ്റ് എക്സാക്ട് ടൈം, കറക്റ്റ് ആയിട്ടുള്ള കാര്യം കറക്റ്റ് ടൈമിൽ ചെയ്യുന്നു, കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ, ക്വാളിറ്റി കെയർ പരിചരണത്തിന്റെ ആ ഗുണനിലവാരം എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യുന്നു. എന്നാലല്ലേ നല്ല ക്വാളിറ്റി സർവീസ് എന്ന് പറയുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പേഷ്യന്റിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോ ആവശ്യപ്പെട്ട് കുറച്ച് ഇന്ന് ആവശ്യപ്പെട്ടത് ഇന്നത്തേക്കുള്ള നാളത്തേക്ക് എത്തിച്ചാൽ മതിയല്ലോ. അപ്പൊ അവിടെ ടൈം ഇമ്പോർട്ടന്റ് ആയിട്ടാണ്, എന്തൊക്കെയാണ് എക്സാക്ട് തിങ്സും ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ അങ്ങനെ കൃത്യസമയത്തും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നു, ക്വാളിറ്റി കെയറിൽ ചെയ്യുന്നു. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി ഡു ദ എക്സാക്ട് തിങ് അറ്റ് എക്സാക്ട് ടൈം. വി ചെക്ക് ദ പേഷ്യന്റ് പ്രോംപ്റ്റ്ലി. പ്രോംപ്റ്റ്ലി എന്ന് വെച്ചാൽ പ്രോംപ്റ്റ്ലി, PROMPTLY, പ്രോംപ്റ്റ്ലി, ഉടനടി, പെട്ടെന്ന് തന്നെ. അപ്പൊ എങ്ങനെ നോക്കുന്നേ? വി ചെക്ക് ദ പേഷ്യന്റ് പ്രോംപ്റ്റ്ലി. പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? ഉടനടി നോക്കുന്നു. ആൻഡ് മേക്ക് ദ റൈറ്റ് ഡയഗ്നോസിസ് ആൻഡ് ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. അതൊക്കെ പേഷ്യന്റിനെ ഇപ്പൊ നമ്മൾ അത് നല്ല സർവീസ് കൊടുക്കണം അല്ലെ, ക്വാളിറ്റി സർവീസ്, നല്ല സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവര് ഉടനടി തന്നെ ചെക്ക് ചെയ്യണം, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ് നടത്തണം. ആൻഡ് ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. കറക്റ്റ് ആയിട്ടുള്ള രോഗനിർണയം നടത്തിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും നടത്തണം. അപ്പൊ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനടി ഈ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അവരെ വെയിറ്റിംഗിലാക്കരുത്. ഒരുപാട് വെയിറ്റിംഗിലാക്കാതെ തന്നെ ഉടനടി അവര് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൊടുക്കണം. എന്നാലാണ് ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് എന്ന് പറയുള്ളൂ അല്ലെ. നല്ലൊരു സർവീസ് നമുക്കൊരു അതിന്റെ ഒരു ഗുണനിലവാരമാണ് ആ സർവീസിന്റെ. With the quality of care, we keep on enhancing our standards of service till excellence is got. എന്താ പറഞ്ഞേക്കണേ? ഇങ്ങനെ ക്വാളിറ്റി കെയറിന്റെ അതിന്റെ ആ ഗുണനിലവാരത്തോടു കൂടെ മികവ് ലഭിക്കുന്നത് വരെ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മികവ് കിട്ടുന്നത് വരെ സേവനങ്ങളുടെ ആ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ടിൽ എക്സലൻസ് ഈസ് ഗോഡ്. അതായത് അതിന്റെ ആ ഗുണനിലവാരം, അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു? സേവനങ്ങളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കും. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി കീപ് ഓൺ എൻഹാൻസിങ്, ഉയർത്തുക, എൻഹാൻസിങ് അവർ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്. നമ്മൾ കൊടുക്കുന്ന ആ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. എവിടെ വരെയാണ്? till the excellence is got. നല്ലൊരു ഗുണനിലവാരം, മികവ്, അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ അതിന്റെ സ്റ്റാൻഡേർഡ്, സർവീസിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. With the quality of care, we keep on enhancing our standard of service till excellence is got. അതായത് ഒരു പരിചരണത്തിന്റെ ഗുണനിലവാരം, അതിന്റെ മികവ്, നമ്മൾ ആ സർവീസ്, അതിന്റെ മികവ് കിട്ടുന്നത് വരെ, ലഭിക്കുന്നത് വരെ അതിന്റെ ക്വാളിറ്റി എന്ത് ചെയ്ത്? സേവനങ്ങളുടെ സർവീസിന്റെ ആ സ്റ്റാൻഡേർഡ്സ് എൻഹാൻസ് ചെയ്യും, ഉയർത്തിക്കൊണ്ടിരിക്കും. We keep on enhancing our standard of service. സേവനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ആ കറക്റ്റ്, അതിന്റെ ആ മികവ് ലഭിക്കുന്നത് വരെ അങ്ങനെ സ്റ്റാൻഡേർഡ്സ് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവിടെ കുറച്ച് കമ്പോണൻസ് ആണ് പറഞ്ഞേക്കുന്നത്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ആണ്. അതിൽ കുറച്ച് ടേബിളിലായിട്ടാണ് ഓരോ കമ്പോണൻസും തന്നേക്കുന്നത്. എന്നിട്ട് പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാനുണ്ട്. അപ്പൊ വാട്ട് ഈസ് ക്വാളിറ്റി കെയർ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വാളിറ്റി ഓഫ് കെയർ എന്നുള്ളത് ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് ഇതുള്ളൂ, മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡിലുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. അതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. വി മീൻ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് ദാറ്റ് വി ഇൻ ദ മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ് എക്സെട്ര. അത് എങ്ങനെയാണ്? പേഷ്യന്റിന് ഒരു ഹാം ഒന്നും വരുത്താത്ത രീതിയിൽ, ഒരു ദോഷം ഒന്നും വരുത്താത്ത രീതിയിൽ അവർക്ക് എന്താണ് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി കൃത്യമായിട്ട് അവിടെ നിർവഹിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ നോക്കുമ്പോൾ എന്താണ്? പേഷ്യൻസിന്റെയും ക്ലയന്റ്സിന്റെയും ഒക്കെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു, ഇവിടെ പല മെത്തേഡ്സുകൾ അവിടെ പറയുന്നുണ്ട്. പല ഗുണനിലവാരത്തിന് ക്ലയന്റിന്റെ ഒക്കെ അവർക്കുടെ എന്താണ് അറ്റൻഷൻ, അവർക്കുടെ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ള ശ്രദ്ധ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സുരക്ഷ, സേഫ് ആയിട്ടുള്ളതും അഫോർഡബിൾ, താങ്ങാവുന്നതും, ഡെത്ത് കുറയ്ക്കുന്നതും, ഇല്ലസ്, ഡിസബിലിറ്റി ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ക്ലിനിക്കൽ പ്രോട്ടോകോളും ഗൈഡ് ലൈൻസും
അത് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെ ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വിത്ത് ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞ എന്താണ്, വി ഡു എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാക്ട് ടൈമില് നടത്തിക്കൊണ്ടു പോകും, നിർവഹിക്കുന്നു. ഇപ്പൊ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് നടത്തുന്നു, അതുപോലെ തന്നെ ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. അവിടെ പെട്ടെന്ന് തന്നെ അതിന് എന്താണോ ഡയഗ്നോസിസ് ചെയ്ത രോഗനിർണയം നടത്തിയതിനു ശേഷം അതിന് എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ക്വാളിറ്റി കെയർ, വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി കീപ് ഓൺ എൻഹാൻസിങ് അവർ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ടിൽ ദ എക്സലൻസ് ഈസ് ഗോൾഡ്. അതായത് എക്സലൻസ്, അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ ആ സ്റ്റാൻഡേർഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എൻഹാൻസ് ചെയ്യുക, ഉയർത്തിക്കൊണ്ടിരിക്കും. അതായത് അതിന്റെ ആ മികവ് ലഭിക്കുന്ന ഗുണനിലവാരം മികവ് ലഭിക്കുന്നത് വരെ ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൂട്ടി അതിന്റെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു, ഉയർത്തിക്കൊണ്ടിരിക്കും. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? വരുന്നില്ല, ജസ്റ്റ് പാരഗ്രാഫ് ഉള്ളൂ. ഇനി ഇത് നോക്കണം, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. അതിനകത്ത് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിനകത്തുള്ള എല്ലാ കമ്പോണൻസും നോക്കണം കേട്ടോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ കമ്പോണൻസുകൾ, അതിന്റെ പേരുകളെല്ലാം പഠിക്കുക. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ താഴെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നോക്കണം. നോക്കിയേ, കമ്പോണൻസ് ഏതൊക്കെയാണ്? കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് പല പല ഭാഗങ്ങളുണ്ട്. We should understand these in order to refine quality of care. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ക്വാളിറ്റി കെയറിന്റെ അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. There are listed in the box below. ഈ ക്വാളിറ്റി കമ്പോണൻസ് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. We shall look briefly at each of the parts. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് അവിടെ ബ്രീഫായിട്ട് തന്നിട്ടുണ്ട്, അപ്പൊ അത് നോക്കാം. അപ്പോ ക്വാളിറ്റി സർവീസിന് മെനി പാർട്സ് ഉണ്ട്, അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് അസസ്. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ACCESS, അസസ്. എൻട്രി എന്നുള്ള പ്രവേശനം എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ കൊടുത്തതിന്. അസസ് ചെയ്യുക എന്നുള്ളത് സ്വീകരിക്കുക, എൻട്രി പ്രവേശിക്കുക, പ്രവേശനം. പിന്നെ സെക്കൻഡ് കമ്പോണന്റ് ആണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. കമ്പോണൻസ് ആണ് പറയുന്നത്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് കെയർ ആണ് അസസ്. രണ്ടാമത്തെ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. പിന്നെ അടുത്താണ് എക്വിറ്റി.
EQUITY. ഇക്വിറ്റി എന്ന് വെച്ചാൽ നീതി അല്ലെങ്കിൽ ന്യായം എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ഇക്വിറ്റി. പിന്നെ അടുത്താണ് ഇഫക്റ്റീവ്നെസ്. ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താ? ഇഫക്റ്റീവ്നെസ് EFFECTIVENESS എന്താണ് ഇഫക്റ്റീവ്നെസ്? ഫലപ്രാപ്തി അല്ലെ? ഫലപ്രാപ്തി. പിന്നെ അടുത്താണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കഴിവ് അല്ലെ? എന്താണ്? കാര്യക്ഷമത. നല്ല എഫിഷ്യന്റ് എന്ന് പറയും. ആ കുട്ടി നല്ല എഫിഷ്യന്റ് ആണ് അല്ലെ? നല്ല എഫിഷ്യൻസി ഉള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ് അല്ലെ? കാര്യക്ഷമത, എഫിഷ്യൻസി. പിന്നെ അടുത്താണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി അറിയാലോ, തുടർച്ച, കണ്ടിന്യൂറ്റി. പിന്നെ അടുത്താണ് സേഫ്റ്റി. സേഫ്റ്റി സുരക്ഷിതത്വം, സേഫ്റ്റി. ഇന്റർപേഴ്സണൽ റിലേഷൻസ്. പിന്നെ അടുത്ത മറ്റൊരു കമ്പോണന്റ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. അത് പേഴ്സൺസ് തമ്മിലുള്ള ആ റിലേഷൻ, വ്യക്തിബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ലാസ്റ്റത്തെ ആണ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്, സൗകര്യങ്ങൾ. അമ്യൂണിറ്റീസ് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്. അപ്പൊ ഏതൊക്കെയാണ് കമ്പോണൻസ്? കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് കമ്പോണൻസ്? കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അമ്യൂണിറ്റീസ് ആയിരിക്കും. അമ്യൂണിറ്റീസ്. ഓക്കെ, AMENITIES. അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിന് പറയുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കമ്പോണൻസ്. കമ്പോണൻസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, കമ്പോണൻസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണന്റ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് അസസ് എന്ന് പറയുന്നത് അല്ലെ? അസസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഒരു പ്രവേശനം, അതിലേക്ക് അസസ് ടു സർവീസ്. അപ്പൊ എന്താ? ഒരു സർവീസിൽ, ഒരു സേവനത്തിലേക്കുള്ള ഒരു പ്രവേശനം. എന്താണ് അസസ് ടു സർവീസ്? ഒരു സർവീസിലേക്കുള്ള, ഒരു സേവനത്തിലേക്കുള്ള പ്രവേശനം. ഓക്കെ, everyone should have an entry to quality health care. എല്ലാവർക്കും ഈ ഹെൽത്ത് കെയറിലേക്ക് ഒരു എൻട്രി ഉണ്ട് അല്ലെ? ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി ഉണ്ട്. everyone should have an entry to ക്വാളിറ്റി ഹെൽത്ത് കെയർ. എല്ലാവർക്കും ഈ ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട്, ഒരു പ്രവേശനമുണ്ട്. എൻട്രി റെഫേഴ്സ് ടു ദ, എന്താണ് ഇവിടെ എൻട്രി എന്ന് പറയുന്നത്? റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. അപ്പൊ എന്താണ് എൻട്രി എന്ന് പറഞ്ഞേക്കുന്നത്? എന്താണ് ഒരു എൻട്രി? റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ്. എന്തിനുള്ള എബിലിറ്റിയാ? ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ് അല്ലെ? ഹെൽത്ത് ആരോഗ്യ സേവനങ്ങൾ, ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് യു മീൻ ബൈ എൻട്രി? എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? refers to the ability of individual to obtain health service. ഒരു ഹെൽത്ത് സർവീസ്, ഒരു ആരോഗ്യ സേവനങ്ങൾ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ, നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിനെയാണ് എന്ത്? എൻട്രി എന്ന് പറയുന്നത്. എൻട്രി ലഭ്യത എന്ന് പറഞ്ഞൂടെ? ലഭ്യത, കിട്ടാനുള്ള സാധ്യത. ലഭ്യത അങ്ങനെയാലും കുഴപ്പമില്ല. അപ്പൊ എൻട്രി എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഹെൽത്ത് സർവീസ് ഒബ്റ്റെയിൻ ചെയ്യാൻ, നേടിയെടുക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് എൻട്രി. ഈ എൻട്രി, ആ പ്രവേശനത്തിനെ, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ എൻട്രീനെ അഫക്ട് ചെയ്യുന്നത്? അപ്പൊ എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻട്രി എന്ന് പറഞ്ഞ എന്താ? സർവീസ്, അത്രേ ഉള്ളൂ. അപ്പൊ ചോദിക്കുന്നത് എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? എൻട്രി.
എൻട്രി റെഫേഴ്സ് ടു ഒരു ഇൻഡിവിജ്വലിന് ഒരു ഹെൽത്ത് സർവീസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു എബിലിറ്റിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ എൻട്രി അഫക്ട് ചെയ്യുന്ന, ആ പ്രവേശനത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഒന്നാമത്തെയാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൂരം. അപ്പൊ ഒരു ദൂരം ഈ ആ ഒരു നമ്മള് ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു എൻട്രീനെ എന്താ പറയാ, അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ എൻട്രി അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. Where a health facility is situated far away or it is difficult to get transport to the facility, access to quality health care become a problem. ഇവിടെ നോക്കിയേ, ഇവിടെ ഡിസ്റ്റൻസ് ആണ് ഒരു അഫക്ട് ചെയ്യുന്ന, എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്റ്റൻസിനെ എങ്ങനെയാന്ന് നോക്കിയേ, where a health facility is situated far away, ഒത്തിരി ദൂരെയാണ് ഹെൽത്ത് സർവീസ് എങ്കിൽ അപ്പൊ നമുക്കത് പെട്ടെന്ന് അതിലേക്കുള്ള ഒരു പ്രവേശനം ലഭ്യമാണോ, സാധ്യമാണോ? അപ്പൊ ഹെൽത്ത് ഫെസിലിറ്റി സിറ്റുവേറ്റഡ് ഫാർ അവേ, അവിടെ ഒരു ചാൻസാ പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് സർവീസ് ഇവിടെ ദൂരസ്ഥിതിയാണെങ്കിൽ, അല്ലെങ്കിലോ ഓർ it is difficult to get transport to the facility, ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ട്രാൻസ്പോർട്ട്, അതിലേക്കുള്ള ട്രാൻസ്പോർട്ട് സൗകര്യം, അതിലേക്ക് വാഹനം എത്തിക്കാനുള്ള പ്രയാസമുള്ളിടത്താണെങ്കിൽ ആ ഫെസിലിറ്റി എങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഹെൽത്ത് കെയറിനെ ബിക്കം എ പ്രോബ്ലം, ഒരു ആരോഗ്യ സംരക്ഷണത്തിനുള്ള എൻട്രി എന്നുള്ളത് ഒരു പ്രോബ്ലമായി മാറും അല്ലെ? ആ ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു പ്രവേശനം അതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹെൽത്ത് ഫെസിലിറ്റി നമ്മുടെ അടുത്തുനിന്ന് കുറെ ദൂരെയാണെങ്കിൽ അതിലേക്കുള്ള ആ ഡിസ്റ്റൻസ് അനുസരിച്ചായി പറയുന്നത്. തൊട്ടടുത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എൻട്രി ചെയ്യാം, ദൂരെയാണെങ്കിൽ അതിലേക്കുള്ള പ്രവേശനം നമുക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം തന്നെയാണ്. അല്ലെങ്കിലോ ഓർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, ഇപ്പൊ നമുക്ക് അതിലേക്കുള്ള വാഹന സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ അത് നമുക്ക് അത്രയും സൗകര്യം ഇല്ല, അല്ലെങ്കിൽ അത് പ്രയാസമുള്ളിടത്താണെങ്കിൽ, ഒരു വാഹനം എത്തിക്കാൻ പ്രയാസമുള്ളിടത്താണെങ്കിൽ ഒരു ഹെൽത്ത് ഫെസിലിറ്റി ആണെങ്കിലും എന്താണ് അവിടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്, ഒരു പ്രോബ്ലം ആണ്. ഈ രണ്ട് ചാൻസ് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഒന്നാമത്തത് നമ്മൾ പറഞ്ഞ ഹെൽത്ത് ഫെസിലിറ്റി ഒത്തിരി ദൂരെയാണെങ്കിൽ, ഡിസ്റ്റൻസിലാണെങ്കിൽ, ദൂരെയാണെങ്കിലും അതുപോലെ അങ്ങോട്ടേക്കുള്ള ആ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം പ്രയാസമുള്ളിടത്താണെങ്കിലും ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എങ്കിലും അതിലേക്കുള്ള പ്രവേശനം, എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ. ഇനി നോക്കിയേ, ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യല് സാമ്പത്തികമായിട്ടുള്ള കാര്യം. വേർ ദ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റേഡ്, ഇവിടെ ആളുകൾക്ക് ഒരു സർവീസിന് ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ, വേർ ദ പീപ്പിൾ കനോട്ട് പേ, പീപ്പിളിന് പേ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം, അങ്ങനെയാണെങ്കിലും അതിലേക്കുള്ള ഒരു എൻട്രി ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ? അതിനെ അഫക്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം, അത് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എൻട്രിയിലേക്ക്, ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞു ഡിസ്റ്റൻസ് പറഞ്ഞു, ദൂരം കൂടുതലാണ് അല്ലെങ്കിൽ ആ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള വാഹന സൗകര്യം നമ്മൾ പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കുറവുള്ളതിലേക്കാണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്കുള്ള ആ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ളത് ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ പീപ്പിളിന്, ആളുകൾക്ക് അത് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വേറെ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ്, ആ സർവീസിന്, ഇവിടെ കൊടുക്കുന്ന സർവീസിന് അവർക്ക് പണം നൽകാൻ പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങോട്ടേക്കുള്ള എൻട്രി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്താണ് കൾച്ചർ, സംസ്കാരം അല്ലെ? കൾച്ചർ, പിന്നെ അതുപോലെ തന്നെ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഇതൊക്കെ എങ്ങനെയാണ്? ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ വിശ്വാസങ്ങള്, അതുപോലെ തന്നെ ചില വാല്യൂസ്, മൂല്യങ്ങളൊക്കെ അത് നൽകുന്ന അത് ആ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. സംസ്കാരം, വിശ്വാസങ്ങള്, മൂല്യങ്ങള്, ഇതൊക്കെ നൽകുന്ന സേവനത്തിന് ചില ആളുകളുടെ
ചില the services provided may not be keeping with the culture, belief and value of some people. ഈ സേവനങ്ങള് നൽകുന്ന സേവനങ്ങള് ചില ആളുകളുടെ സംസ്കാരത്തിനും വിശ്വാസത്തിനും മൂല്യങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായിരിക്കില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഈ സർവീസിന്റെ ഈ കാര്യങ്ങള്. The service provided may not be in keeping with the culture, belief and value of some other people. മറ്റുള്ള ആളുകളുടെ സംസ്കാരത്തിനും മൂല്യത്തിനും വാല്യൂവിനും എന്നിവയ്ക്ക് അനുസരിച്ച് ആയിരിക്കില്ല ചിലപ്പോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ആ ഒരു രീതിയിൽ കൾച്ചറിൽ ആവണമെന്ന് ഇല്ല, നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആ ഒരു അതിന്റെ ഒരു കൾച്ചറിലൊക്കെ തന്നെ ഒരു ഡിഫറൻസ് കാര്യങ്ങള് ബിലീഫ് വാല്യൂസിലൊക്കെ മൂല്യത്തിനൊക്കെ ഒരു എന്താ പറയാ അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള ഒരു ആ സർവീസിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒരു ഇതായിട്ടുള്ള അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. നോക്കിയേ, അസസ് ടു സർവീസ്. ഇതിനകത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ആ ഫാക്ടേഴ്സിന്റെ പേരുകൾ നോക്കിയാൽ മതി കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എൻട്രി ടു സർവീസ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്, രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഒരു ഫാക്ടറാണ്, പിന്നെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ഇനി നെക്സ്റ്റ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. എന്താ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളം പറഞ്ഞേ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് സാങ്കേതിക കഴിവ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ഇവിടെ നോക്കാം. Technical proficiency as an indicator of quality assurance suggested that we should have a sufficient knowledge and skills to perform our function in order to provide quality service. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി ക്ലിയർ ആകും. നോക്കി അതിന്റെ മീനിങ് എന്താണ്? ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് suggested that we should have a sufficient knowledge and skills to perform our function in order to provide quality service. Okay, ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി അഷുറൻസിന്റെ ഒരു ഇൻഡിക്കേറ്റർ, ഒരു സൂചക എന്നുള്ള നിലയിൽ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി, സാങ്കേതിക വൈദഗ്ധ്യം, ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി എന്ന് പറയുന്ന ഗുണനിലവാരമുള്ള ഒരു സേവനങ്ങൾ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അറിവും സ്കിൽസും നോളേജും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ്. ഇവിടെ ഒരു ഗുണനിലവാരമുള്ള ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന നിലയിൽ, ഒരു ഗുണനിലവാര ഉറപ്പിന്റെ സൂചകം എന്നുള്ള നിലയിൽ, ക്വാളിറ്റി അഷുറൻസിന്റെ ഇൻഡിക്കേറ്റർ എന്നുള്ള നിലയിൽ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസിയുള്ള ഒരു സാങ്കേതിക വൈവിധ്യമുള്ള സേവനങ്ങള്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നൽകുന്നതിന്, അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന്, അവിടെ എന്താ പറയാ, അവിടെ പ്രവർത്തിക്കുന്നതിന്, അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള നോളേജും സ്കിൽസും
ഉണ്ടായിരിക്കണമെന്ന് സജസ്റ്റ് ചെയ്തു. We should have a sufficient knowledge and skills to perform our function. ആ ഫങ്ഷൻസ് പ്രവർത്തിക്കണമെങ്കിൽ, ഫങ്ഷൻസ് നടത്തണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള നോളജ്, അറിവും അതുപോലെ സ്കിൽസും കഴിവുകളൊക്കെ ഉണ്ടാകണമെന്ന് എന്ത് ചെയ്തു, സജസ്റ്റ് ചെയ്തു. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നേ. എക്സാമ്പിൾ ആയിട്ട്, one must go to nursing school and pass the nursing examination before she can work as a nurse. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? വൺ മസ്റ്റ് ഗോ ടു നഴ്സിംഗ്, തീർച്ചയായിട്ടും നഴ്സിംഗ് സ്കൂളിൽ പോകണം. ആൻഡ് പാസ് ദ നഴ്സിംഗ് എക്സാം, നഴ്സിംഗ് എക്സാം പാസ് ആവുകയും ചെയ്യണം. എന്തിനു മുന്നേ? ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ നേഴ്സ്. ഒരു നേഴ്സായിട്ട് ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നഴ്സിംഗ് സ്കൂളിൽ പോകണം. എന്നിട്ട് നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവുകയും ചെയ്യണം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അത് ചെയ്യണമെങ്കിൽ, ഈ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന നിലയിൽ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ഉള്ള ഒരു സർവീസ്, ഒരു സേവനം നൽകുന്നതിന്, നമ്മൾ ആ സർവീസ് നൽകുന്നതിന് എന്ത് വേണം? അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നോളജും സ്കിൽസും അത്യാവശ്യമാണ്. ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളജും ആ കഴിവുകളൊക്കെ ഉള്ള ഒരാളുകൾക്ക് മാത്രമേ നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നോക്കി, ഇപ്പൊ നേഴ്സിംഗ്, ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷനൊക്കെ പാസ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ സഫിയ, അങ്ങനെയല്ലേ? നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? അല്ലല്ല, ഞാൻ നഴ്സിംഗ് അല്ല. പിന്നെ ഏതായിരുന്നു സഫിയ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അല്ലെ. അപ്പൊ നമ്മളിപ്പോ നേഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് ആ ഒരു ഫീൽഡിലേക്കുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം അല്ലെ. അതിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് നോളജും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ അതിനെ കുറിച്ചുള്ള, പിന്നെ ഏത് ഫീൽഡ് ആയിരിക്കണമെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു നോളജും സ്കിൽസ് ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ക്വാളിറ്റി സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. വൺ മസ്റ്റ് ഗോ ടു നഴ്സിംഗ് സ്കൂൾ ആൻഡ് പാസ് ദ നഴ്സിംഗ് എക്സാമിനേഷൻ ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ നേഴ്സ്. ഒരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതിന്, ജോലി ചെയ്യുന്നതിന് മുന്നേ നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് examination pass ആവണം. Even though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in service training workshop. ഇനി നോക്കിയേ, ഇത് മാത്രം മതിയോ? ഇപ്പോൾ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഹെൽത്ത് ബുക്സ് റീഡിങ് ചെയ്യണം. അതായത് നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കരുത്. അപ്പൊ എന്താ പറയാ? റിഫൈൻ അവർ നോളജ് ബൈ റീഡിങ് ഹെൽത്ത് ബുക്സ്. ഹെൽത്ത് ബുക്കുകളൊക്കെ റീഡ് ചെയ്തും, പിന്നെ അതുപോലെ തന്നെ സേവന അറ്റൻഡിങ് ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സ്, സേവന പരിശീലന വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുത്തും നമ്മുടെ അറിവ് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിവ് അത് എന്ത് ചെയ്യണം? അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മൾ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ നമ്മൾ കുറെ നാളൊന്നും വർക്ക് ചെയ്യാതെ വെറുതെ ഒന്നും അതേക്കുറിച്ചൊരു വായനയോ ഇതൊന്നും ഇല്ല, ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ അത് മെമ്മറിയിൽ നിന്ന് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പോകും. നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? അവിടെ വി ഷുഡ് ഓൾസോ അറ്റൻഡ് ട്രെയിനിങ് വർക്ക്ഷോപ്സ്, ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റീഡ് ചെയ്യണം. നോളജ്, ഇതിനെക്കുറിച്ച് നോളജ് ഒക്കെ അറിവുകളൊക്കെ തരുന്ന റീഡിങ് ഹെൽത്ത് ബുക്കുകളൊക്കെ റീഡ് ചെയ്ത് നമ്മുടെ അറിവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കണ്ടിന്യൂ ടു റിഫൈൻ. അതപ്പോ നമ്മൾ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് വെറുതെ ഇരിക്കാതെ, നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിനൊപ്പം ഉള്ള അതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ തരുന്ന ബുക്കുകൾ റീഡ് ചെയ്തും, അതുപോലെ തന്നെ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് പങ്കെടുത്തുമൊക്കെ നമ്മൾ ആ നോളജ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. Since we are health professional, we should also understand our limit. That is know what we can do and we cannot do.
അപ്പൊ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, ആൻഡ് വാട്ട് വി കനോട്ട് ഡു. അതാണ് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽ, നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് വി കനോട്ട് ഡു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇനി നമ്മുടെ ആ ഒരു അധികാര പരിധിയിൽ പെടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു നമ്മുടെ ലിമിറ്റ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ എന്താ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ലിമിറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വിത്ത് റിഗാർഡ് ടു വാട്ട് വി കനോട്ട് ഡു, നോക്കിയേ വി ആർ എക്സ്പെക്ട് ദം. ഇനി നമുക്ക് ചെയ്യാൻ കഴിയില്ലാത്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്തൊക്കെ ലിമിറ്റ് മനസ്സിലാക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലോ, വിത്ത് റിഗാർഡ് ടു what we cannot do, we are expected them. Our practice also be controlled by laid down standards, guidelines. Example ആയിട്ട് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ്. ഇനി ചെയ്യാൻ കഴിയില്ലാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രാവീണ്യമുള്ള മറ്റു കേന്ദ്രങ്ങളിലേക്കോ അതുപോലെ പേഴ്സണൽ ഉദ്യോഗസ്ഥരിലേക്കോ ഒക്കെ അവര് റെഫർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആണെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ നേരിടാനായിട്ട് കുറച്ചുകൂടി പ്രാവീണ്യമുള്ളതും അതുപോലെ തന്നെ പ്രാവീണ്യമുള്ള കേന്ദ്രങ്ങളിലേക്കോ സെന്റേഴ്സ് ഓർ പേഴ്സണൽസ് റെഫർ ദം ടു അതർ സെന്റേഴ്സ്, മറ്റുള്ള കേന്ദ്രങ്ങളിലേക്കോ അതിന് പ്രാവീണ്യം എക്സ്പെക്റ്റഡ് ടു റെഫർ ദം ടു അതർ സെന്റേഴ്സ്, മറ്റുള്ള സെന്റേഴ്സ് കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലെ ഉദ്യോഗസ്ഥരെയൊക്കെ അവര് റെഫർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രാക്ടീസ് എങ്ങനെയാ, ഓൾസോ ബി കൺട്രോൾ. പ്രാക്ടീസ് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യണം. പ്രാക്ടീസ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ലൈഡ് ഡൗൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ്ലൈൻ. ഒരു സ്റ്റാൻഡേർഡ്സും ഒരു ഗൈഡ്ലൈൻ നിർദ്ദേശമൊക്കെ അനുസരിച്ച് നമ്മുടെ പ്രാക്ടീസ് കൺട്രോൾ ചെയ്യണം. എക്സാമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. കോമ്പിറ്റൻസ് അപ്പൊ നമുക്ക് എന്ത് കാര്യമാണ്, നമ്മൾ ഏതൊരു ഫീൽഡിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള നല്ലൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും അതിനുള്ള ഒരു നല്ലൊരു സ്കില്ലും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചു നാള് വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്ത് വെറുതെ ഇരിക്കാതെ അപ്പൊ ആ നോളജ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള റീഡിങ് ഹെൽത്ത് ബുക്സുകളും അതുപോലെ ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തും ആ നോളജും സ്കിൽസും ഒക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വാട്ട് വി ക്യാൻ ഡു ആൻഡ് വി കനോട്ട് ഡു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് ഒരു ലിമിറ്റ്സ് അതിന്റെ ഒരു ലിമിറ്റ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അങ്ങനെ ആ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവര് എക്സ്പേർട്ട് ആയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കോ അതുപോലെ തന്നെ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണിലേക്കോ ഒക്കെ അത് റെഫർ ചെയ്യാം. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ അവർ പ്രാക്ടീസ് ഷുഡ് ബി ഓൾസോ കൺട്രോൾഡ് ബൈ ലേറ്റ് ഡൗൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. പ്രാക്ടീസ് വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചൊക്കെ അത് കൺട്രോൾ ചെയ്യണം. എക്സാമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ. ഓരോ കമ്പോണൻസ് ആയിട്ടാണ് കേട്ടോ ഈ പോയിന്റ് ആയിട്ട് ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് അസസ്റ്റ് ആ സർവീസിലേക്കുള്ള എൻട്രി എങ്ങനെയായിരിക്കണം, പിന്നെ രണ്ടാമത്തെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് സാങ്കേതികമായിട്ടുള്ള കഴിവ്. ഇനി അടുത്ത എക്വിറ്റി ആണ്.
അതിനു മുന്നേ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇതിൽ നിന്ന് അധികം വൺ വേർഡ്സ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കട്ടെ. ഈ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ടൈമിൽ തന്നെ ആ ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് മാക്സിമം വൺ വേർഡ്സുകൾ നമുക്ക് എഴുതി പോകാം കേട്ടോ. മിസ് ഇതൊന്നും കൂടി പറയാമോ? ഇതാ പാരഗ്രാഫ് ആണോ? ആ ഓക്കെ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാങ്കേതികമായിട്ടുള്ള ഒരു കഴിവ്. അതാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം പറഞ്ഞത് ടെക്നിക്കൽ proficiency as an indicator of quality assurance suggested that we should have a sufficient knowledge and skills to perform our function in order to provide a quality service. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ഒരു ഇൻഡിക്കേറ്റർ എന്ന നിലയിൽ, ഒരു ക്വാളിറ്റി അഷുറൻസിന്റെ ഒരു ഇൻഡിക്കേറ്റർ, സൂചകം എന്നുള്ള നിലയിൽ ടെക്നിക്കൽ പ്രൊഫഷൻസി ഉള്ള ഒരു സേവനം, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്കിൽസും നോളജും ഒക്കെ ഉണ്ടായിരിക്കണം. ആ സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദ്ദേശിക്കുന്നത് എന്തോ? അതൊരു പേഴ്സണെയാണോ ഉദ്ദേശിക്കുന്നത്? ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു സേവനങ്ങളാകാം. എന്താണെങ്കിലും നമുക്കത് എന്ത് ഇതാണോ എന്ന് വെച്ചാൽ നമ്മൾ അതൊരു സർവീസ് കൊടുക്കണമെങ്കിൽ എന്താണ്, ഒരു വ്യക്തികളാവാം, ഒരു ഗ്രൂപ്പ് ആവാം, എന്തായാലും ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കിൽസും ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. ഇപ്പൊ ഒരു നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് മുന്നേ, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണല്ലോ ഒരു നല്ലൊരു സർവീസ് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് ഒരു നഴ്സിംഗ് ഫീൽഡിലേക്ക് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കിൽസും ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു നല്ലൊരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു സേവനം കൊടുക്കാൻ പറ്റുള്ളൂ. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് താഴെ ആ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത്. One must go to nursing school and pass the nursing examination before she can work at nursing. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. ഇനി അടുത്ത എന്താ പറഞ്ഞത്? ഇനി കുറെ നാള് even though we are no longer in school, അവിടെ കുറെ നാളുകൾ എന്താണ് അവിടെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോഴവിടെ ഇല്ലെങ്കിലും കുറച്ച് നാൾ വർക്ക് ചെയ്ത് ഇപ്പൊ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നോളജ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. എങ്ങനെയാണ്? അപ്പോ ബൈ റീഡിങ് ഹെൽത്ത് ബുക്കുകളൊക്കെ വായിച്ച് നമ്മൾ ഒരു ഫീൽഡിൽ നിന്ന് നമ്മൾ അത് അകന്ന് മാറിപ്പോകരുത്. അപ്പൊ നമ്മൾ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നോ ലോങ്ങർ ഇൻ സ്കൂൾ, അപ്പൊ അവിടെ വി ആർ നോ ലോങ്ങർ ഇൻ സ്കൂൾ, ഇപ്പൊ നമ്മൾ അവിടെ സ്കൂളിൽ ഇല്ലെങ്കിൽ പോലും ഹെൽത്ത് കെയർ ബുക്സുകൾ, ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ബുക്കിനെ കുറിച്ച് അത് റീഡ് ചെയ്തും അറ്റൻഡിങ് ഇൻ സർവീസ് ടീച്ചിങ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകൾ, ട്രെയിനിങ് കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്തും ഒക്കെ നമ്മൾ അത് എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽ, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്
മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ലിമിറ്റ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വി ക്യാൻ ഡു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വി കനോട്ട് ഡു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലോ, വിത്ത് റിഗാർഡ് ടു വാട്ട് വി കനോട്ട് ഡു, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ നമ്മളൊന്ന് നേരിടാൻ വേണ്ടിയിട്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള കേന്ദ്രങ്ങളിലേക്കോ അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സന്റെ അടുത്തേക്കോ അവരെ റെഫർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അവർ പ്രാക്ടീസ് ഷുഡ് ഓൾസോ ബി കൺട്രോൾഡ്. ഇവിടെ ഇന്ന് പ്രാക്ടീസ് ഒരു കൺട്രോൾഡ് ആയിരിക്കണം. എക്സാമ്പിൾ ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ എക്സാമ്പിൾ തന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്തോ ഏതാണ് ടാക്കിൾ എന്ന് പറഞ്ഞാൽ നേരിടുക എന്നുള്ള മീനിങ്. TACKLE, അതിനെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട്, നേരിടുക, TACKLE, ടാക്കിൾ. ഇനി ജോലിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള കാര്യമാണോ മിസ് ഉദ്ദേശിക്കണേ? എന്തോ നമ്മളൊരു ജോലിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള കാര്യമാണോ ഉദ്ദേശിച്ചേക്കണേ? ഇതൊരു എക്സാമ്പിൾ. അപ്പൊ നമ്മൾ എന്താ പറയാ, എന്ത് ഇതാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഒരു സഫീഷ്യന്റ് നോളജ്, സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ അറിയണം. ഇനി അതിന് നമ്മൾക്കൊന്ന് ഓവർകം ചെയ്ത് പോകണമെങ്കിൽ അതിന്റെ ഒരു ഇതായിട്ട് കൊടുത്തേക്കണേ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അതിന് പ്രാവീണ്യമുള്ളവരുമായിട്ടൊന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഒരു അതിനെ ഒന്ന് എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. അതാണ് ടെക്നിക്കൽ, ആ സാങ്കേതികമായിട്ടുള്ള ഒരു കഴിവ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനകത്ത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്, കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നു എന്നുള്ളൂ. അല്ലാതെ ഒരു ഫീൽഡിന് മാത്രം അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ഇതിന് മാത്രമല്ല പറഞ്ഞത്. അതൊരു ചെറിയ, ഇപ്പൊ നേഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യണതിന് മുന്നേ നേഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് നേഴ്സിംഗ് എക്സാമിന് പാസ്സാവണം, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കി, തേർഡ് വണ്ണാണ്. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത് അല്ലെ, എക്വിറ്റി, EQUITY, ഒരു നീതി, എല്ലാവർക്കും ഒരേപോലെയുള്ള ന്യായം എന്നുള്ള മീനിങ് ആണ് എക്വിറ്റി എന്ന് പറയുന്നത്. A quality service should be provided to all people who are in need of them, be they poor, children, adult, old people, pregnant women, disabled, etc. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഈ സർവീസ് എങ്ങനെ വേണം, സർവീസ് എങ്ങനെയായിരിക്കണം, എല്ലാവർക്കും ഒരേപോലെ, who are need of them, അവർക്കുടെ ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള നിലവാരത്തിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതായതൊക്കെയാ, ക്വാളിറ്റി സർവീസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ പീപ്പിൾ ഹു ആർ ഇൻ നീഡ് ഓഫ് ദം. അവർക്കുടെ ആവശ്യം, നീഡ് എന്താണ്, ആവശ്യം അനുസരിച്ച് ഈ ക്വാളിറ്റി എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ ഗുണനിലവാരമുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. ദേ പുവർ, പാവപ്പെട്ട ദരിദ്രരെന്നോ, ചിൽഡ്രൻ കുട്ടികളെന്നോ, അഡൽട്ട് എന്നോ, ഓൾഡ് വയസ്സായിട്ടുള്ള ആളുകളെന്നോ, പ്രഗ്നന്റ് വുമൺ എന്നിങ്ങനെ എല്ലാവർക്കും, ഡിസേബിൾ ആയിട്ട് വികലാംഗര് അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അവർക്കുടെ ആവശ്യം അനുസരിച്ച് ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും തുല്യ നിലവാരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം. Quality service should be made available in all parts of the country, in village, towns and cities. എല്ലാ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ കൺട്രീസും വില്ലേജിലും ടൗൺസിലും സിറ്റീസിലും ഒക്കെ ഗുണനിലവാരമുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. എക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തുല്യത. അപ്പൊ എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു നല്ലൊരു സർവീസ്, ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. poor, children, adult, old people, pregnant women, disabled, etc. വികലാംഗര് ഇങ്ങനെയുള്ള എല്ലാവർക്കും അവർക്കുടെ നിലവാരം, അവർക്കുടെ എന്താണ് എന്നിങ്ങനെ ആവശ്യമുള്ള എല്ലാവർക്കും തുല്യ നിലവാരമുള്ള സേവനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും ഈക്വൽ ആയിരിക്കണം. അതാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ക്വാളിറ്റി സർവീസ് ഷുഡ് ബി മെയ്ഡ് ഇൻ അവൈലബിൾ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി. അതുപോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും, കൺട്രി എല്ലാ വില്ലേജിലും ടൗണിലും സിറ്റീസിലും ഒക്കെ ഗുണനിലവാരമുള്ള സർവീസുകൾ, ക്വാളിറ്റി സർവീസ് അവൈലബിൾ ആക്കണം. ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. കണ്ടോ, ക്വാളിറ്റി സർവീസ് അവൈലബിൾ ആക്കണം. ഇനി
ഇനി എഫക്റ്റീവ്നെസ് ആണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? എന്താ മലയാളം? അതിന്റെ ഒരു ഫലപ്രാപ്തി. എഫക്റ്റീവ്നെസ്. ഇവിടെ നോക്കിയേ, ഇതും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ്. We are interested in the type of care that generate positive changes in the patient health or quality of life. എന്താ പറഞ്ഞത്? അതിന്റെ ഒരു ഫലപ്രാപ്തി ഈ പേഷ്യന്റിന്റെയോ അവരുടെ ഒരു ആരോഗ്യത്തിനോ, പേഷ്യൻസ് ഹെൽത്ത് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്, പേഷ്യന്റിന്റെ ആരോഗ്യത്തിലോ അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി, ജീവിത നിലവാരത്തിലോ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഒരു നല്ലൊരു മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരിചരണത്തിലാണ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. വി ആർ ഇൻട്രസ്റ്റഡ് എന്താണ്? ഇൻ ദ ടൈപ്പ് ഓഫ് കെയർ ദാറ്റ് ജനറേറ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ പേഷ്യന്റ് ഹെൽത്ത് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്. പേഷ്യന്റിന്റെ ഒരു ആരോഗ്യത്തിനും അവരുടെ നല്ലൊരു ജീവിത നിലവാരത്തിനും നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കെയർ സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. We therefore provide a treatment that known to be truthful. For example, giving a child with a diarrhea. ഇതിന് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സർവീസ് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞേക്കണേ. ഇപ്പൊ ഒരു ഡയറിയ വന്ന കുട്ടിക്ക്, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ ഉള്ള ഒരു കുട്ടിക്ക് ഏതാ കൊടുക്കുന്നത്? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS. കേട്ടിട്ടില്ലേ? ORS ലൈന് കുടിച്ചിട്ടുണ്ടോ? അല്ലെ, നമ്മൾ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ORS ലൈന് കൊടുക്കും ഡയറി വന്നവർക്ക്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ്, നല്ലൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് അതിന്റെ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് എക്സാമ്പിൾ ആണ് ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഫലപ്രദമായിട്ട് ചികിത്സ നൽകുന്നുണ്ട്. അപ്പൊ എന്താണോ അതിന്റെ ആവശ്യം അതിനനുസരിച്ച് നല്ല എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള, നല്ല ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നു. എഫക്റ്റീവ്നെസ്. അടുത്താണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത, അല്ലെ? എഫിഷ്യൻസി. Efficiency is the provision of high quality care at the least possible cost. എന്താ എഫിഷ്യൻസി എന്ന് പറയുന്നത്? എന്താണ്? എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി, നല്ല ഉയർന്ന ക്വാളിറ്റി കെയറിൽ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, വളരെ കുറഞ്ഞ ചെലവില് നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം നൽകുക. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതൊന്ന് നോക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്താണ്? എഫിഷ്യൻസി ആണ്. ഒരു എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ചെലവില്, ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, കുറഞ്ഞ ചിലവില് എന്ത് കൊടുക്കുന്നു? ഹൈ ക്വാളിറ്റി കെയർ, ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം നൽകുന്നു. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുന്നു. എങ്ങനെയാ? കുറഞ്ഞ ചിലവില് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്നു. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ. ഒരു നല്ല ഉയർന്ന ശ്രദ്ധ കൊടുക്കുന്നു, ഉയർന്ന നിലവാരമുള്ള കെയർ, പരിചരണം കൊടുക്കുന്നു. പക്ഷെ എങ്ങനെയാ? കുറഞ്ഞ ചെലവിലാണ്, അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. We are expected to make the best use of resource and avoid waste of our much drugs that is needed. അവിടെ ഇത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നോക്കിയേ, we are expected to make the best use of resource and avoid waste of our much resources. ഇവിടെ റിസോഴ്സ് പരമാവധി നമ്മൾ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഈ
ഈ തുച്ഛമായിട്ടുള്ള വിഭവങ്ങള്, മിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള, MEAGRE, മിഗർ, തുച്ഛമായിട്ട് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കുക. ആൻഡ് അവോയ്ഡ് വേസ്റ്റ് ഓഫ് അവർ മച്ച്, തുച്ഛമായിട്ടുള്ള ചെലവുകളൊക്കെ വിഭവങ്ങളിൽ അത് പാഴാക്കുന്നത് ഒഴിവാക്കാനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. വി ആർ എക്സ്പെക്ടഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സ് പരമാവധി യൂസ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ തുച്ഛമായിട്ടുള്ള വിഭവങ്ങള് അത് പാഴാക്കി കളയുന്നത്, അങ്ങനെയുള്ള റിസോഴ്സുകൾ പാഴാക്കി കളയുന്നത് ഒഴിവാക്കാനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. വി എക്സ്പെക്ടഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സ് ആൻഡ് അവോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക, വേസ്റ്റ് ഓഫ് അവർ മിഗർ, തുച്ഛമായിട്ടുള്ള റിസോഴ്സുകൾ, സേവനങ്ങൾ, തുച്ഛമായിട്ടുള്ള കുറഞ്ഞ ഇതിനകത്തുള്ള സേവനങ്ങൾ അത് വേസ്റ്റ് ആക്കി കളയുന്നത് ഒഴിവാക്കാനും, നല്ല റിസോഴ്സുകൾ പരമാവധി യൂസ് ചെയ്യാനും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വി വേസ്റ്റ് റിസോഴ്സസ് ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്. ഇനി എങ്ങനെ വേസ്റ്റ് ചെയ്യുന്നേ? ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ മരുന്നുകൾ, അൺവാണ്ടഡ് ഡ്രഗ്സ്, ആവശ്യമല്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ കുറെ വേസ്റ്റ് ആയി പോവില്ലേ? ആവശ്യമുള്ളത് മാത്രം പോരെ നമുക്ക്. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത മരുന്നുകള്, വി വേസ്റ്റ് റിസോഴ്സ്, നമ്മൾ ഈ റിസോഴ്സിനെ എങ്ങനെയാണ് വേസ്റ്റ് ചെയ്യുന്നത്? ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തു. പിന്നെ സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള മരുന്നുകൾ കുറെ ഓവർ സ്റ്റോക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ കുറെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമുക്കത് മാക്സിമം നമുക്ക് ഇത്ര അത് മാറുന്ന വരേക്ക്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കും, അത് വരേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് ആയിപ്പോ. അപ്പൊ വേസ്റ്റ് ആവാനുള്ള വേസ്റ്റ് റിസോഴ്സസ് ഇതാ പറയുന്നത്, പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തു. പിന്നെ സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ് ആൻഡ് മേക്ക് ദം എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്. ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. പിന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള മരുന്നുകൾ, സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ്, കൂടുതൽ ആവശ്യത്തിലധികം മരുന്നുകൾ അത് സ്റ്റോർ ചെയ്തു. ഉപയോഗിക്കാത്ത സാധനങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത സാധനങ്ങള്, സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഉപയോഗിക്കാത്ത സാധനങ്ങൾ വാങ്ങിച്ചും അത് കാലഹരണപ്പെട്ടു പോയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ വാങ്ങി അത് കാലഹരണപ്പെട്ടു പോയിട്ടും ഒക്കെ നമ്മൾ വിഭവങ്ങള്, റിസോഴ്സുകള് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. What happens when we stock more drugs than is needed? ആവശ്യത്തിലധികം ഈ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് പറ്റും? അത് വെറുതെ വേസ്റ്റ് ആയി പോകും, അല്ലെ? അങ്ങനെ റിസോഴ്സുകൾ വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെ എങ്ങനെ പറഞ്ഞേക്കുന്നത്? ഈ എഫിഷ്യൻസി എന്നത് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുന്നതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കുറച്ച് ചെലവില് നല്ലൊരു ഉയർന്ന നിലവാരമുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, വളരെ കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം നൽകുന്നതിനെയാണ്, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് റിസോഴ്സുകളെ നമ്മൾ എങ്ങനെയാ ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സ് ആൻഡ് അവോയ്ഡ് ദ വേസ്റ്റ് ഓഫ് അവർ മിഗർ റിസോഴ്സസ്. തുച്ഛമായിട്ടുള്ള വിഭവങ്ങൾ, ആവശ്യമില്ലാത്ത വിഭവങ്ങളൊക്കെ റിസോഴ്സുകളൊക്കെ വേസ്റ്റേജ് ആക്കി പാഴാക്കി അത് ഒഴിവാക്കാനും, പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മളെ റിസോഴ്സ് പരമാവധി പ്രയോജനപ്പെടുത്താനും എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് ചെയ്യുന്നത്? ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തും സ്റ്റോക്ക് ചെയ്തും, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തും, സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഡ്രഗ്സ് സ്റ്റോക്ക് ചെയ്തും, ആൻഡ് മേക്കിംഗ് എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്, നമുക്ക് ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ കാലഹരണപ്പെട്ടു പോയൊക്കെ നമ്മൾ വിഭവങ്ങള്, റിസോഴ്സുകള് എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ആക്കി കളയുന്നു.
വാട്ട് ഹാപ്പൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രഗ്സുകൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് വെറുതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി, ബാലൻസ് അത് എന്ത് ചെയ്യാ, വേസ്റ്റ് ആയി പോകുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ 5 നമ്മൾ പറഞ്ഞത് കേട്ടോ. എഫിഷ്യൻസി വരെയാണ് പറഞ്ഞത്. ഇതെല്ലാം എന്തെന്നാ പറഞ്ഞത്? കമ്പോണൻസ് ആണ്. കമ്പോണൻസ് ഓഫ് ഇത് ചോദിക്കും, ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ് ഏതൊക്കെയാ? നമ്മൾ 5 പറഞ്ഞേക്കുന്നത്. അസസ്, ടെക്നിക്കൽ കോമ്പീറ്റൻസ്, ഇക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. ഇത്രയും 5 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് വായിച്ചു നോക്കി. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഇതൊക്കെ ജസ്റ്റ് ഇതിനകത്തുള്ളത് തന്നെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ആയിട്ടും കൂടുതൽ കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയാനില്ല. ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നുള്ളത് തന്നെ കൺവേഴ്സ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് എന്താണ് ഓരോന്നും കമ്പോണൻസ് ഏതൊക്കെയാണ് എന്താണെന്നുള്ളതൊന്നും മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന രീതിക്കോ ഒരു എസ് എഴുതുന്ന രീതിക്കോ നമ്മൾ അത് ഓരോന്നും ഫുള്ള് പഠിച്ച് എസ് പോലെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ കമ്പോണൻസിൽ ഉൾപ്പെടുന്നത് എത്രാമത്തെയാണ്? ലാസ്റ്റ് ആണോ? അല്ല, രണ്ടാമത്തെ സെന്റൻസ് ഏതിന്റെയാ? എഫിഷ്യൻസിയില് എഫിഷ്യൻസി. to make the best use of resources. പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നോക്കിക്കോ. എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. വളരെ കുറഞ്ഞ ചെലവില് നല്ലൊരു ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് എഫിഷ്യൻസി. അതിന്റെ കാര്യക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് കുറവായിരിക്കും, ലീസ്റ്റ് കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള കെയർ പരിചരണം നൽകുന്നതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. വി ആർ എക്സ്പെക്റ്റഡ്, നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? വി ആർ എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സ് പരമാവധി യൂസ് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും. വി എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സുകൾ പരമാവധി അതിന്റെ മാക്സിമം നല്ല യൂസ് പ്രയോജനപ്പെടുത്താനും, റിസോഴ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും. ആൻഡ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥം. അവോയ്ഡ് വേസ്റ്റ് ഓഫ് അവർ നിഗർ എന്ന് വെച്ചാൽ തുച്ഛമായിട്ടുള്ള വിഭവങ്ങള് പാഴാക്കുന്നത്, അത് ഒഴിവാക്കാനും വി ആർ എക്സ്പെക്റ്റഡ്, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ മാക്സിമം റിസോഴ്സ് പ്രയോജനപ്പെടുത്താനും അതുപോലെ തന്നെ തുച്ഛമായിട്ടുള്ള വിഭവങ്ങൾ അത് വേസ്റ്റ് ആക്കി പാഴാക്കുന്നത് ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്ട് ചെയ്യുന്നു. റിസോഴ്സ് മാക്സിമം യൂസ് ചെയ്യാനും അതുകൊണ്ട് തുച്ഛമായിട്ടുള്ള വിഭവങ്ങളുടെ അത് വേസ്റ്റ് ആക്കി പാഴാക്കുന്നത് ഒഴിവാക്കാനും. അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒഴിവാക്കുക. പാഴാക്കുന്നത് ഒഴിവാക്കാനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. അത് വെറുതെ പാഴാക്കി കളയുന്നത് ഒഴിവാക്കാനായിട്ട്, അതും മാക്സിമം റിസോഴ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്താനും
നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ഇനിയിപ്പോ വേസ്റ്റ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് വി വേസ്റ്റ് റിസോഴ്സസ് ബൈ എങ്ങനെയൊക്കെ വേസ്റ്റ് ആക്കുന്നത് പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, ആവശ്യമില്ലാത്ത ഡ്രഗുകൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തും സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഡ്രഗ്സ് സ്റ്റോക്ക് ചെയ്തും സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്തും അതും വേസ്റ്റേജ് ആക്കി കഴിയല്ലേ, റിസോഴ്സ് വേസ്റ്റ് ആക്കുന്ന ഒരു മാർഗമാണ്. ഈസ് നീഡഡ് ആൻഡ് മേക്കിംഗ് ദ എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് വി ഡു നോട്ട് യൂസ്. അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടും ആവശ്യത്തിലധികം മരുന്ന് സ്റ്റോർ ചെയ്തും ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉപകരണങ്ങളും വാങ്ങി അത് കാലഹരണപ്പെട്ട് നമ്മൾ വിഭവങ്ങള് റിസോഴ്സുകൾ വേസ്റ്റ് ചെയ്യാനുള്ള ഇതാ പറഞ്ഞേക്കല്ലേ. മേക്കിംഗ് ദം എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് വി ഡു നോട്ട് യൂസ്, നമുക്ക് ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ വാങ്ങി അത് കാലഹരണപ്പെട്ട് നാം റിസോഴ്സുകൾ വേസ്റ്റ് ആക്കി കളയുന്നു. അപ്പൊ എന്താ പറഞ്ഞേക്കണേ, വാട്ട് ഹാപ്പൻ വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രഗ്സ് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്, അതെന്ന് വെച്ചാൽ വേസ്റ്റേജ് ആക്കി തന്നെ കളയും, റിസോഴ്സ് വേസ്റ്റ് ആക്കി തന്നെ കളയും. അതാണ് പറഞ്ഞേക്കുന്നത് എഫിഷ്യൻസിയിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് എന്താ പറയാ, ചോദിച്ച് കണ്ടിട്ടുള്ളതും വേർഡ്സുകൾ ക്വാളിറ്റി എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ ഗുഡ് ഈസ് സംതിങ് ഈസ്, ഒരു കാര്യം എത്രത്തോളം നല്ലത്, അതാണ് നമ്മൾ പല സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ അതിന്റെ ക്വാളിറ്റി പറയും, നമുക്ക് എത്രത്തോളം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന നമ്മൾ പറയും നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറയും. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചില വേർഡ്സുകളാണ് പറഞ്ഞേക്കുന്നത്, അത് നോക്കണം. 5 പിന്നെ വാട്ട് ഈസ് ക്വാളിറ്റി കെയർ എന്താണെന്ന് പറഞ്ഞു, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ കമ്പോണൻസ് എന്തൊക്കെയാണ്, 5 കമ്പോണൻസ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. പിന്നെ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷനോ എന്തെങ്കിലും തന്നിട്ട് അത് ഏതിനകത്ത് വരുന്നതാണ്, എംപിറ്റി, പിന്നെ എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, അസസ്, ഇങ്ങനെ 5 പറഞ്ഞിട്ടുള്ളൂ. ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങളിപ്പോ പ്രിന്റഡ് നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് നാളെ എടുക്കാം. ബാക്കിത്തെ കുറച്ച് കൂടി ഉള്ളൂ. നമുക്ക് വലിയ പ്രശ്നമില്ലാത്തതാണ്. മറ്റേ ആദ്യം പഠിച്ചതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആണ് ഇത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. കമ്പോണൻസ് നോക്കിക്കോളാം കേട്ടോ. 5 കമ്പോണൻസും എന്ന് പറഞ്ഞത് 5ന്റെയും കമ്പോണൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.